അയ്യോ മാഡം വന്നോ? മാഡം നമസ്കാരം. ആ വിക്രം, ഇന്നെന്താണ് സ്പെഷ്യൽ? വിശന്നിട്ട് സഹിക്കാൻ വയ്യ. വേഗം എന്തേലും ഭക്ഷണം എന്റെ ടേബിളിൽ എത്തിക്കാമോ? കിഴവാ, ഇവിടുന്ന് എഴുന്നേറ്റ് പോ. എവിടെയെങ്കിലും പോയി തുലൈ. അയ്യോ എന്റെ ഫുഡ്. ഈ പരിപ്പ് കറിയിൽ ഒട്ടും രുചിയില്ലല്ലോ. ഇതിൽ മണ്ണാണോ കലർത്തിയത്? ദയവായി ക്ഷമിക്കണം മാഡം, അടുത്ത തവണ ഞാൻ ശ്രദ്ധിച്ചോളാം. എടോ വിക്രം, താൻ എന്താണ് ഈ പോലീസുകാരോട് മാത്രം പണം മേടിക്കാത്തത്? ഇങ്ങനെ മുന്നോട്ട് പോയാൽ എങ്ങനെ തന്റെ കച്ചവടം നല്ല രീതിയിൽ പോകും? എടോ എനിക്കറിയാം, പക്ഷെ ഞാൻ എങ്ങനെ മേടിക്കാനാണ്? അവര് പോലീസുകാരാണ്. ഏതെങ്കിലും കള്ളക്കേസിൽ കുടുക്കി എന്നെ അകത്തിടാനും അവർക്ക് മടിയുണ്ടാവില്ല. നിയമമൊക്കെ അവരുടെ കയ്യിലാടോ. എന്റെ ആകെയുള്ള വരുമാനമാണ്, ഇതുകൊണ്ടാണ് എന്റെ കുടുംബം കഴിയുന്നത്. എല്ലാം ഓർത്തിട്ടാ ഞാൻ പൈസ ഒന്നും മേടിക്കാതെ ഇങ്ങനെ സഹിച്ച് ക്ഷമിച്ച് നിൽക്കുന്നത്. സാരമില്ലടോ, എല്ലാം ശരിയാവും. ഈ സത്യം ധർമ്മമൊക്കെ അല്പം വൈകിയാലും കൃത്യമായിട്ട് അത് സംഭവിക്കുക തന്നെ ചെയ്യും. എന്നാ ഞാൻ ചെല്ലട്ടെ, അവിടെ കുറച്ച് തിരക്കുണ്ട്. നമസ്തേ അങ്കിൾ ജി. എന്താണ് മോളെ വേണ്ടത്? എന്തെങ്കിലും ഭക്ഷണം കഴിക്കണോ? അല്ല അങ്കിൾ, എനിക്ക് ഭക്ഷണം വേണ്ട. ഞാൻ ജോലി അന്വേഷിച്ച് വന്നതാണ്. എനിക്ക് പാത്രം കഴുകാനും ആളുകൾക്ക് ഭക്ഷണം വിളമ്പാനും കഴിയും. എന്റെ പൊന്നു മോളെ, ഹോട്ടൽ ജോലി ഭയങ്കര ബുദ്ധിമുട്ടുള്ളതാണ്. ഇവിടെ വരുന്നവരുടെ തിരക്ക്, പുക, ചൂട്, ഒരുപാട് സമയം അവര് പറയുന്ന ചീത്ത വിളികളും എല്ലാം കേട്ട് നിൽക്കേണ്ടി വരും. നിനക്ക് ഇതിനൊക്കെ സാധിക്കുമോ? നിന്നെ കണ്ടാൽ തന്നെ നല്ലൊരു വീട്ടിലെ പെങ്കൊച്ചാണെന്നാ തോന്നുന്നേ. എന്തിനാ മോളെ ഈ ഒരു പണി? അങ്കിൾ, കഠിനാധ്വാനത്തെ എനിക്ക് പേടിയില്ല. ഒരു ജോലിയും ചെറുതോ വലുതോ അല്ല. നിങ്ങൾ എനിക്കൊരു അവസരം നൽകി നോക്കൂ. എന്നാ ഞാൻ നിരുത്സാഹപ്പെടുത്തുന്നില്ല. ശരി മോളെ, നീ നാളെ മുതൽ ജോലിക്ക് വന്നോളൂ. എന്താ നിന്റെ പേര്? എന്റെ പേര് കാവ്യ എന്നാണ് അങ്കിൾ. നല്ല പേര്. ഹഹ, കൊടുകൈ. അന്ന് വിക്രം പ്രതാപ് സിംഗിന് ഒട്ടും ധാരണയില്ലായിരുന്നു. താൻ ജോലിക്ക് വെച്ചത് വെറുമൊരു വെയിട്രസിനെ മാത്രമല്ല, മറിച്ച് തന്റെയും ആ പ്രദേശത്തെ മുഴുവൻ ആളുകളുടെയും തലയ്ക്കൽ തൂങ്ങി നിന്നിരുന്ന ഇൻസ്പെക്ടർ ഭവാനിയുടെ ഭയം എന്നേക്കുമായി അവസാനിപ്പിക്കാൻ പോകുന്ന വ്യക്തിയാണെന്ന്. അടുത്ത ദിവസം സൂര്യൻ ഉദിച്ചതോടെ അന്നപൂർണ ഹോട്ടലിൽ പുതിയൊരു ഉന്മേഷം വന്നു. കാവ്യ സമയത്തിന് മുൻപേ ജോലിക്കെത്തി. വന്നപാടെ അവൾ ഹോട്ടൽ വൃത്തിയാക്കി. മേശകൾ നന്നായി തുടച്ചു. വെള്ളം നിറച്ച ജഗ്ഗുകൾ എടുത്തുവെച്ചു. വിക്രം പ്രതാപ് സിംഗ് കൗണ്ടറിൽ നിന്ന് ഇതെല്ലാം നോക്കി നിൽക്കുകയായിരുന്നു. ഹോട്ടലിന് ഒരു പുതിയ ജീവൻ ലഭിച്ചതുപോലെ അദ്ദേഹത്തിന് തോന്നി. പകൽ മുന്നോട്ടു പോകുന്തോറും ഹോട്ടലിൽ തിരക്ക് വർദ്ധിച്ചു. കാവ്യ മിന്നൽ വേഗത്തിൽ ജോലി ചെയ്തു. ഒരു കൈയിൽ റൊട്ടികളുടെ കുട്ടയും മറുകൈയിൽ പരിപ്പ് കറിയുടെ പാത്രവുമായി അവൾ ഓരോ ടേബിളിലും എത്തി ചോദിക്കും, ചേട്ടാ, ഒരു റൊട്ടി കൂടി എടുക്കട്ടെ? നിങ്ങൾക്ക് വെള്ളം വേണോ? അവളുടെ മധുരമായ സംസാരവും പുഞ്ചിരിക്കുന്ന മുഖവും മണിക്കൂറുകൾക്കുള്ളിൽ ഹോട്ടലിലെ ഉപഭോക്താക്കളുടെ മനം കവർന്നു. ദിവസം മുഴുവൻ കഠിനമായി പണിയെടുത്തു വരുന്ന തൊഴിലാളികൾക്ക് കാവ്യയുടെ കൈകളിൽ നിന്ന് ഭക്ഷണം കഴിക്കുമ്പോൾ സ്വന്തം വീട്ടിന്റെ സുഖം ലഭിച്ചു. വിക്രം പ്രതാപ് സിംഗിന്റെ കണ്ണുകളിൽ കാവ്യയോടുള്ള ഒരു അച്ഛന്റെ വാത്സല്യം നിഴലിക്കാൻ തുടങ്ങി. ഇത്ര നല്ല സംസ്കാരമുള്ള കുട്ടിയാണ്. ദൈവം ഇവളെ എപ്പോഴും സന്തോഷവതിയായി വെക്കട്ടെ എന്ന് അദ്ദേഹം മനസ്സിൽ കരുതി. എല്ലാം നന്നായി നടക്കുകയായിരുന്നു. എന്നാൽ ക്ലോക്കിലെ സൂചി ഉച്ചയ്ക്ക് 1:45 ആയപ്പോൾ വിക്രമിന്റെ മുഖത്തെ പ്രകാശം പെട്ടെന്ന് മാഞ്ഞുപോയി. പുഞ്ചിരിക്ക് പകരം ഒരു ആഴമേറിയ ഭയം ആ മുഖത്ത് നിഴലിച്ചു. അദ്ദേഹം പരിഭ്രമത്തോടെ കൈകൾ തിരുമ്മാൻ തുടങ്ങി. കാവ്യ കൗണ്ടറിനരികിലൂടെ പോയപ്പോൾ വിക്രമിന്റെ മാറിയ മുഖം ശ്രദ്ധിച്ചു. അവൾ അവിടെ നിന്ന് വിഷമത്തോടെ ചോദിച്ചു, എന്തു പറ്റി അങ്കിൾ ജി? ആരോഗ്യം ഓക്കെ അല്ലേ? എന്താണ് പെട്ടെന്ന് പരിഭ്രമിച്ചതുപോലെ? വിക്രം ഒരു ദീർഘശ്വാസമെടുത്ത് പുറത്തെ റോഡിലേക്ക് നോക്കി പതിഞ്ഞ സ്വരത്തിൽ പറഞ്ഞു, മോളെ, ഈ ഹോട്ടലിലെ സമാധാനം തകരാൻ പോകുന്ന സമയമായി. അവർ വരാറായി. കാവ്യ ഒന്നും അറിയാത്ത ഭാവത്തിൽ ചോദിച്ചു, ആരാണെങ്കിൽ? വിക്രം മറുപടി പറയുന്നതിനു മുൻപ്
റോഡിൽ ബ്രേക്കിടുന്ന കർക്കശമായ ശബ്ദം കേട്ടു. ഹോട്ടലിൽ ഇരുന്ന എല്ലാവരുടെയും ശ്രദ്ധ പുറത്തേക്ക് തിരിഞ്ഞു. റോഡിൽ പൊടിപടലങ്ങൾ ഉയർത്തിക്കൊണ്ട് അതേ പോലീസ് ജീപ്പ് വന്നു നിന്നു. ഹോട്ടലിനുള്ളിലെ ചിരിയും സംസാരങ്ങളും പെട്ടെന്ന് നിലച്ചു. ആരോ TV മ്യൂട്ട് ചെയ്തതുപോലെ. ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നവരുടെ കൈകൾ നിശ്ചലമായി. കാവ്യ വാതിലിലേക്ക് നോക്കി. ജീപ്പിന്റെ വാതിൽ തുറന്ന് കറുത്ത ബൂട്ടിട്ട കാലുകൾ നിലത്തിറങ്ങി. അത് ഇൻസ്പെക്ടർ ഭവാനിയായിരുന്നു. പിന്നാലെ 3 പോലീസുകാരും. ഭവാനി കറുത്ത കണ്ണട ഊരി ലാത്തി കൈയിൽ തട്ടിക്കൊണ്ട് അകത്തേക്ക് കയറി. അവളുടെ കണ്ണുകൾ ഹോട്ടൽ മുഴുവൻ പാഞ്ഞു. ഒരു മൂലയിലെ ടേബിളിൽ 2 കോളേജ് കുട്ടികൾ ഭക്ഷണം കഴിച്ചിരുന്നു. ഭവാനിയുടെ ഒരു ഹെഡ് കോൺസ്റ്റബിൾ അടുത്തു ചെന്ന് ലാത്തി കൊണ്ട് മേശയിൽ ആഞ്ഞടിച്ചു. എഴുന്നേറ്റ് പോടാ ഇവിടുന്ന്, മാഡം വന്നത് കണ്ടില്ലേ? പേടിച്ചു പോയ ആ കുട്ടികൾ ഭക്ഷണം പാതി വഴിയിൽ ഉപേക്ഷിച്ചോടി. വിക്രം പ്രതാപ് സിംഗ് കൗണ്ടറിൽ നിന്ന് പുറത്തേക്ക് വന്ന് കൈകൂപ്പി അവരുടെ മുന്നിൽ നിന്നു. നമസ്തേ മാഡം ജി, വരൂ ഇരിക്കൂ. വിക്രമിന്റെ ശബ്ദം പേടികൊണ്ട് വിറക്കുന്നുണ്ടായിരുന്നു. ഭവാനി കസേരയിൽ അമർന്നിരുന്നു. മുന്നിലെ കസേരയിൽ 2 കാലുകളും കയറ്റിവെച്ച് വിക്രമിനെ തുറിച്ചു നോക്കി പറഞ്ഞു, വിക്രം, ഇന്ന് നല്ല വിശപ്പുണ്ട്. രാവിലെ മുതൽ ഈ കള്ളന്മാരുടെ പുറകെ ഓടി മടുത്തു. വേഗം മലായ് കൊഫ്തയും തന്തൂരി റൊട്ടിയും എടുത്തോണ്ട് വാ. ലസ്സിയിൽ ഐസ് കൂടുതൽ വേണം. ശരി മാഡം ജി, ഇപ്പോൾ തന്നെ കൊണ്ടുവരാം. വിക്രം വേഗം അടുക്കളയിലേക്ക് തിരിഞ്ഞു. അയാൾ കാവ്യയെ നോക്കി പതുക്കെ പറഞ്ഞു, മോളെ, നീ പുറകിൽ തന്നെ ഇരുന്നോ. ഞാൻ തന്നെ അവർക്ക് ഭക്ഷണം നൽകിക്കൊള്ളാം. അവർ ശരിയല്ല. പക്ഷെ കാവ്യ അത് കേട്ടിട്ടും നിന്നില്ല. അവളുടെ കണ്ണുകളിൽ ഭയമില്ലായിരുന്നു. അവൾ ശാന്തയായിരുന്നു. ഭക്ഷണം തയ്യാറായപ്പോൾ കാവ്യ തന്നെ തളികയുമായി ഭവാനിയുടെ ടേബിളിനടുത്തേക്ക് ചെന്നു. വിക്രം തടയാൻ നോക്കിയെങ്കിലും അവൾ പോയി. യാതൊരു മടിയും കൂടാതെ കാവ്യ പ്ലേറ്റുകൾ ഭവാനിക്കും സംഘത്തിനും മുന്നിൽ വെച്ചു. ഭവാനി കാവ്യയെ നോക്കി. വിക്രം, ഹോട്ടലിൽ പുതിയൊരു പെണ്ണിനെ വെച്ചല്ലേ? കാണാൻ നല്ല തന്റേടിയാണല്ലോ. ഭവാനി അശ്ലീലമായി ചിരിച്ചു. കൂടെയുള്ളവരും അത് ഏറ്റുപിടിച്ചു. കാവ്യ മറുപടിയൊന്നും നൽകിയില്ല. അവൾ ഇത്രമാത്രം പറഞ്ഞു, മാഡം, ഇനി എന്തെങ്കിലും വേണമെങ്കിൽ പറഞ്ഞോളൂ. അവളുടെ ആ ശബ്ദത്തിലെ ഉറപ്പും ആത്മവിശ്വാസവും കണ്ട് ഭവാനിയുടെ ചിരി ഒരു നിമിഷം നിലച്ചു. ഒരു സാധാരണ വെയിട്രസിന്റെ ശബ്ദത്തിൽ എന്തുകൊണ്ട് ഭയമില്ല എന്ന് അവൾക്ക് അത്ഭുതം തോന്നി. ഭവാനിയും സംഘവും മൃഗങ്ങളെപ്പോലെ ഭക്ഷണം കഴിക്കാൻ തുടങ്ങി. ആൾക്കാരെ തുറിച്ചു നോക്കി ഭയപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു. ഹോട്ടലിലെ അന്തരീക്ഷം വളരെ മോശമായി. അവർ വേഗം ഭക്ഷണം കഴിച്ചു പോകണേ എന്നായിരുന്നു വിക്രമിന്റെ പ്രാർത്ഥന. അരമണിക്കൂറിന് ശേഷം ഭവാനി എഴുന്നേറ്റു. വെള്ളം കുടിച്ച് ബാക്കി വന്നത് തറയിലേക്ക് തുപ്പി. അവർ പുറത്തേക്ക് നടന്നു. പണം നൽകുന്നതിനെക്കുറിച്ച് ആരും ചോദിച്ചില്ല. അവർ വാതിലിലൂടെ പുറത്തിറങ്ങാൻ തുടങ്ങുമ്പോഴാണ് പിന്നിൽ നിന്ന് വ്യക്തമായ ഒരു ശബ്ദം കേട്ടത്. നിൽക്കൂ. മുഴുവൻ ഹോട്ടലും നിശബ്ദമായി. വിക്രം പ്രതാപ് സിംഗിന്റെ നെഞ്ചിടിപ്പ് നിലച്ചു. അത് കാവ്യയുടെ ശബ്ദമായിരുന്നു. അവൾ കയ്യിൽ ഒരു ചെറിയ ബില്ലുമായി ഭവാനിക്ക് മുന്നിൽ നിന്നു. അവളുടെ കണ്ണുകൾ ഭവാനിയുടെ കണ്ണുകളുമായി നേരിട്ട് കോർത്തു. നീ എന്താ പറഞ്ഞത്? ഭവാനി കണ്ണുകൾ ഇടുക്കി ചോദിച്ചു. കാവ്യ ആ ബിൽ മുന്നോട്ട് കാണിച്ചുകൊണ്ട് വളരെ ശാന്തമായി പറഞ്ഞു, മാഡം, നിങ്ങളുടെ ഭക്ഷണത്തിന്റെ ബില്ല് 850 രൂപ ആയിട്ടുണ്ട്. ആ സമയത്ത് ഒരു സൂചി താഴെ വീണാൽ പോലും അതിന്റെ ശബ്ദം കേൾക്കാമായിരുന്നു. ഇൻസ്പെക്ടർ ഭവാനിയോട് പണം ചോദിക്കാൻ ഇന്നുവരെ ആർക്കും ധൈര്യമുണ്ടായിരുന്നില്ല. ഭവാനിക്ക് തന്റെ കാതുകളെ വിശ്വസിക്കാനായില്ല. ആരോ എല്ലാവരുടെയും മുന്നിൽ വെച്ച് തന്റെ കരണ തടിച്ചതുപോലെ അവൾക്ക് തോന്നി. ദേഷ്യം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. ബില്ലോ? എന്നോടാണോ നീ ബില്ല് ചോദിക്കുന്നത്? ഭവാനി അലറി. നിനക്ക് ഇത്ര വലിയ ധൈര്യമോ? നീ അറിയുമോ ഞാൻ ആരാണെന്ന്? കാവ്യ അനങ്ങാതെ പറഞ്ഞു. നിങ്ങൾ ഒരു പോലീസ് ഇൻസ്പെക്ടറാണ്. അതുകൊണ്ട് തന്നെ നിങ്ങൾ ആദ്യം നിയമം പാലിക്കണം. നിങ്ങൾ ഇവിടെ വന്ന് ഭക്ഷണം കഴിച്ചു. നിങ്ങൾ ഒരു ഉപഭോക്താവാണ്. എല്ലാ ഉപഭോക്താക്കളും ബിൽ നൽകേണ്ടതുണ്ട്. ഒരു ഹെഡ് കോൺസ്റ്റബിൾ ദേഷ്യത്തോടെ മുന്നോട്ട് വന്നു. എടി പെണ്ണെ, സൂക്ഷിച്ചു സംസാരിക്കണം.
ഇപ്പോൾ ലാത്തി കൊണ്ട് തല്ലി നിന്റെ അഹങ്കാരം തീർക്കും. വിക്രം പ്രതാപ് സിംഗ് ഓടി വന്ന് കാവ്യയുടെ മുന്നിൽ കൈകൂപ്പി നിന്നു. മാഡം ജി ക്ഷമിക്കണം, ഇവൾ പുതിയതാണ്, ഇവൾക്ക് ഒന്നും അറിയില്ല. ഞാൻ നിങ്ങളുടെ കാലു പിടിക്കാം, ഇവളെ വിട്ടേക്കൂ. എനിക്ക് പണം ഒന്നും വേണ്ട, നിങ്ങൾ പൊയ്ക്കോളൂ. വിക്രം കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. ഭവാനി വിക്രമിനെ തള്ളി മാറ്റി. അയാൾ പിന്നിലേക്ക് വീണു. ഭവാനി കാവ്യയുടെ തൊട്ടടുത്തെത്തി പല്ലു കടിച്ചുകൊണ്ട് പറഞ്ഞു, കേട്ടോടി വെയിട്രസേ, ഇന്ന് ഞാൻ പോകുന്നു. പക്ഷെ അടുത്ത തവണ വരുമ്പോൾ നീ നിന്റെ കൈകൊണ്ട് എനിക്ക് സൗജന്യമായി ഭക്ഷണം വിളമ്പും. ഇനി നാവ് പൊക്കിയാൽ ഈ ഹോട്ടൽ ഞാൻ കത്തിക്കും, നിന്നെ ജയിലിലിടും. ഹോട്ടലിൽ ഭയത്തിന്റെ നിശബ്ദത തുടർന്നു. വിക്രം നിലത്തിരുന്നു കരയുകയാണ്. നീ എന്താണ് ചെയ്തത് മോളെ? അവൾ എന്റെ ഹോട്ടൽ പൂട്ടിക്കും. നമ്മൾ പാവങ്ങളാണ്, പോലീസിനോട് പോരാടാൻ നമുക്കാവില്ല. കാവ്യ പതുക്കെ വിക്രമിന്റെ അടുത്തു ചെന്ന് അദ്ദേഹത്തെ താങ്ങി കസേരയിലിരുത്തി വെള്ളം നൽകി. അവളുടെ കണ്ണുകളിൽ അദ്ദേഹത്തോടുള്ള സ്നേഹമുണ്ടായിരുന്നു. അവൾ പറഞ്ഞു, അങ്കിൾ, കരയുന്നത് നിർത്തൂ. തെറ്റ് സഹിക്കുന്നതും തെറ്റ് ചെയ്യുന്നതിന് തുല്യമാണ്. നമ്മൾ പേടിച്ചാൽ അവർ നമ്മളെ ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കും. നിങ്ങൾ വിഷമിക്കേണ്ട, ഈ ഹോട്ടൽ ആർക്കും പൂട്ടാനാവില്ല. സത്യത്തിന് എപ്പോഴും വിജയമുണ്ടാവും. കാവ്യയുടെ ആ വാക്കുകൾ വിക്രമിന്റെ ഉള്ളിൽ ഒരു ചെറിയ പ്രതീക്ഷ നൽകി. മറുവശത്ത് ഭവാനി ദേഷ്യം കൊണ്ട് ഭ്രാന്ത് പിടിച്ച അവസ്ഥയിലായിരുന്നു. ആ വെയിട്രസിനെയും ഹോട്ടലിനെയും നശിപ്പിക്കാൻ അവൾ തീരുമാനിച്ചു. പക്ഷെ താൻ തകർക്കാൻ ശ്രമിക്കുന്ന ആ പെണ്ണ് തന്റെ ഭാവിയെ ചുട്ടുകളയാൻ പോകുന്ന അഗ്നിയാണെന്ന് അവൾ അറിഞ്ഞില്ല. അടുത്ത 3 ദിവസം ഹോട്ടലിൽ ഒരു അസ്വസ്ഥത ഉണ്ടായിരുന്നു. 4-ാം ദിവസം ഉച്ചയ്ക്ക് 2 മണിക്ക് 3 പോലീസ് വാഹനങ്ങൾ ഒരുമിച്ച് അവിടെ വന്നു നിന്നു. ഭവാനി ഇത്തവണ ഒറ്റയ്ക്കല്ലായിരുന്നു, ഒരു വലിയ സംഘം കൂടെയുണ്ടായിരുന്നു. അവളുടെ കയ്യിൽ ലാത്തിക്ക് പകരം ഒരു ചമ്മട്ടിയുണ്ടായിരുന്നു. ഭവാനി അകത്തേക്ക് കയറി ആക്രോശിച്ചു. നിന്റെ ഹോട്ടൽ നന്നായി നടക്കുന്നുണ്ടല്ലോ വിക്രം. അവൾ കാവ്യയെ വിളിച്ചു വരുത്തി. കാവ്യ അടുക്കളയിൽ നിന്ന് പുറത്തേക്ക് വന്ന് വളരെ ഗാംഭീര്യത്തോടെ നിന്നു. നല്ല തന്റേടമായിരുന്നല്ലോ അന്ന്. ഇന്ന് നിന്റെ ആ അഹങ്കാരം ഞാൻ തീർക്കാം. ഭക്ഷണം വിളമ്പൂ. ഇന്ന് ഞങ്ങൾക്കെല്ലാം സൗജന്യമായി ഭക്ഷണം വേണം. ഭക്ഷണത്തിൽ ഒരു കുറവുണ്ടായാൽ ഈ ഹോട്ടൽ ഞാൻ സീൽ ചെയ്യും. വിക്രം അപേക്ഷിച്ചു എങ്കിലും പോലീസുകാർ അദ്ദേഹത്തെ തള്ളി മാറ്റി. കാവ്യ ഭക്ഷണം വിളമ്പി. ഭവാനി കരുതിക്കൂട്ടി ഭക്ഷണം താഴെ കളഞ്ഞ് ബഹളമുണ്ടാക്കി. ഇതിൽ പുഴുക്കളുണ്ട്, ചീഞ്ഞ ഭക്ഷണമാണ് നൽകുന്നത് എന്ന് അലറി. ഹോട്ടലിലെ ഉപഭോക്താക്കൾ പേടിച്ച് ഓടിപ്പോയി. അവൾ ഹോട്ടലിലെ കസേരകളും സാധനങ്ങളും നശിപ്പിച്ചു. പോകാൻ നേരം കാവ്യ വീണ്ടും ചോദിച്ചു, മാഡം, നിങ്ങളുടെ ബിൽ. ഇത്തവണ ബിൽ 2500 രൂപയായിരുന്നു. ഭവാനി ദേഷ്യം കൊണ്ട് കൺട്രോള് പോയി കാവ്യയെ തല്ലാൻ കൈ ഓങ്ങി. പക്ഷെ ഭവാനിയുടെ കൈ കാവ്യയുടെ മുഖത്ത് എത്തുന്നതിനു മുൻപ് കാവ്യ അവളുടെ കൈ വായുവിൽ വെച്ച് പിടിച്ചു. കാവ്യയുടെ പിടിയിൽ ഭവാനി വേദന കൊണ്ട് പുളഞ്ഞു. കൈ ഉയർത്താനുള്ള തെറ്റ് ചെയ്യരുത് ഇൻസ്പെക്ടർ ഭവാനി. കാവ്യയുടെ ആ ശബ്ദത്തിലെ ഗാംഭീര്യം എല്ലാവരെയും ഞെട്ടിച്ചു. പോലീസുകാർ കാവ്യയെ പിടിക്കാൻ അടുത്തേക്ക് വന്നപ്പോൾ പുറത്തു നിന്നൊരു ശബ്ദം മുഴങ്ങി, കൈവെക്കരുത്. ഒരു വെള്ള ബൊലേറോ വണ്ടി വന്നു. അതിൽ നിന്ന് ഇറങ്ങിയ വിജിലൻസ് ഓഫീസർമാർ കാവ്യയെ നോക്കി ബഹുമാനത്തോടെ പറഞ്ഞു, മാഡം, ഞങ്ങൾ നിങ്ങളുടെ ഉത്തരവ് പ്രകാരം എത്തിയിരിക്കുന്നു. ഭവാനി അമ്പരന്നു. ഇവരുടെ ഉത്തരവോ? ഇവൾ ഒരു വെയിട്രസ് അല്ലേ? കാവ്യ തന്റെ വസ്ത്രത്തിൽ നിന്ന് ID കാർഡ് പുറത്തെടുത്തു. അതിൽ അശോക ചക്രം ഉണ്ടായിരുന്നു. അതിലെ പേര് ഇപ്രകാരമായിരുന്നു, കാവ്യ IPS, പുതുതായി നിയമിതയായ പോലീസ് സൂപ്രണ്ട്. ഭവാനിയുടെ കാലുകൾ വിറച്ചു. അവളുടെ അഹങ്കാരം ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായി. ഭവാനി തറയിൽ മുട്ടുകുത്തി വീണു. മാഡം ക്ഷമിക്കണം, എനിക്ക് അറിയില്ലായിരുന്നു. എന്റെ ജോലി കളയരുത്. കാവ്യ പറഞ്ഞു, ഭവാനി, നിനക്ക് നിന്റെ കുട്ടികളെ കുറിച്ചാണ് ആദി. പക്ഷെ നീ പാവങ്ങളുടെ ഭക്ഷണം മോഷ്ടിക്കുമ്പോൾ അവരുടെ കുടുംബത്തിന് വിശക്കില്ലേ? പോലീസിന്റെ യൂണിഫോം ജനങ്ങളെ സംരക്ഷിക്കാനാണ്, അല്ലാതെ കൊള്ളയടിക്കാനല്ല. നീ ഈ യൂണിഫോമിനെ നാണം കെടുത്തിയിരിക്കുന്നു. കാവ്യ ഉത്തരവിട്ടു. ഇവരെ 4 പേരെയും അറസ്റ്റ് ചെയ്യൂ. അഴിമതിക്കും ജനങ്ങളെ ഭീഷണിപ്പെടുത്തിയതിനും കേസെടുക്കൂ.
ഇവർ ഇനി ഒരിക്കലും യൂണിഫോം ഇടാൻ പാടില്ല എന്ന് ഞാൻ ഉറപ്പാക്കും. ഭവാനിയെ അറസ്റ്റ് ചെയ്യപ്പെട്ട് പുറത്തേക്ക് പോകുമ്പോൾ ജനങ്ങൾ കൈയടിച്ചു. വിക്രം പ്രതാപ് സിംഗ് കാവ്യയുടെ കാൽ പിടിക്കാൻ ആഞ്ഞപ്പോൾ കാവ്യ അദ്ദേഹത്തെ തടഞ്ഞു. അങ്കിൾ, ജോലിയിൽ ചെറുപ്പമില്ല. നിങ്ങൾ എനിക്ക് ഒരു മകളെ പോലെ അഭയം നൽകി. നിങ്ങളെപ്പോലെ കഠിനാധ്വാനം ചെയ്യുന്നവർക്കാണ് യഥാർത്ഥ ബഹുമാനം നൽകേണ്ടത്. കാവ്യ തന്റെ ഭക്ഷണത്തിന്റെ പണം വിക്രമിനെ ഏൽപ്പിച്ചു. ആ സംഭവത്തിന് ശേഷം അന്നപൂർണ ഹോട്ടലിന്റെ തലവര മാറി. ഭവാനി ജയിലിലായതോടെ ആ പ്രദേശത്തെ പാവപ്പെട്ടവർക്ക് ധൈര്യമായി. വിക്രം പ്രതാപ് സിംഗിന്റെ ഹോട്ടലിൽ ഇന്ന് നല്ല തിരക്കാണ്. ആളുകൾ അവിടെ വരുന്നത് ഭക്ഷണത്തിന് വേണ്ടി മാത്രമല്ല, ആ IPS വെയിട്രസിന്റെ കഥ കേൾക്കാൻ കൂടിയാണ്. അതെ, എല്ലാവരും ഇതിലൂടെ മനസ്സിലാക്കേണ്ട പാഠം സത്യം ഒരിക്കലും പരാജയപ്പെടില്ല. അതിന് വേണ്ടത് ഒരു നിർഭയമായ ശബ്ദം മാത്രമാണ് എന്നതാണ്. സത്യമേവ ജയതേ. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ കമന്റ് ബോക്സിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുക. മികച്ച കഥകൾക്കായി ഞങ്ങളുടെ മലയാളി വോയിസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.